എൻ്റെ പേര് നിസാർ. ഞാനിവിടെ അടുത്ത അറവക്കാടാണ്. നേരത്തെ അവിടെ ഇരുന്ന് ചോദിച്ച ആ സഹോദരൻ്റെ ചോദ്യത്തിനോട് തുടർച്ചയായിട്ട് തന്നെയാണ് എൻ്റെ ചോദ്യമുള്ളത്. മഹാന്മാരായ അമ്പിയാക്കളുടേതോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതോ അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളോടേതോ അതുപോലെ ഈ അടുത്ത് പുത്തമ്പള്ളി മമ്പുറത്ത് ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മക്ബറകൾക്ക് അവരുടെ ആ മറവ് ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല, യാതൊരു മഹത്വവുമില്ല എന്നാണോ ഫൈസൽ മൗലവി നിങ്ങൾ പറയുന്നത്? എങ്കിൽ പറയട്ടെ, ചോദ്യമായിട്ടില്ല. നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഷാഫി ഇമാമിനേക്കാളും അതുപോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെക്കാളും ഒക്കെ വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ വാളുകൊണ്ട് പടപൊരുതിയവരാണ്, പേനയുണ്ടി പടപൊരുതിയവരാണ് എന്നൊക്കെ വലിയ പ്രാമുഖ്യം നൽകി പറഞ്ഞ ഇബ്നു തൈമിയ്യ മഹാനവറുകൾ എന്ന് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എല്ലാ സഹോദരന്മാരും ഓഡിയൻസ് മുഴുവൻ ശ്രദ്ധിക്കണം ഈ ഒരു പരാമർശം. ഇബ്നു തൈമിയ്യയെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നത് വലിയ പണ്ഡിതനായിട്ടാണ്, നേതൃത്വമായിട്ടാണ്. അദ്ദേഹം തന്റെ കിതാബിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 374-ാമത്തെ പേജിൽ വളരെ അടിവരയിട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് തീർക്കാം. ആ സഹോദരൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ആ കിതാബിൽ ഇബ്നു തൈമിയ്യ നേതാവ് പരിചയപ്പെടുത്തുന്നു. വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വ ഖവാരിഖിൽ ആദാത്തില്ലത്തി തൂജദു. എന്റെ വാക്കല്ല, ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയായി വസ്വാലിഹീൻ, അഥവാ മഹാരഥന്മാരായ ഔലിയാക്കളുടെ മക്ബറകൾക്കരികിൽ അനുഭവപ്പെടുന്ന വളരെ അമാനുഷികമായ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ സാധാരണയ്ക്ക് വിപരീതമായ വലിയ ബഹുമതികൾ, കറാമത്തുകൾ, അവരുടെ ഖബറുകൾക്ക് അരികിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വലിയ സംഭവങ്ങൾ. അതെന്താ? മിസ്ല നുസൂൽ, വലിയ പ്രകാശദ്വാരകൾ അവിടെ വർഷിച്ച് ഇറങ്ങും. അതുപോലെ മലായികത്തി ഇൻദഹ, ആ മക്ബറകൾക്കരികിൽ മലായികത്തുകൾ അവതരിച്ചു വരും. ഇത് ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. വതവഖി ശയാത്തീൻ, അതുപോലെ തന്നെ പിശാച് ബാധയുള്ളവർ അവിടെ ചെന്നാൽ പിശാചിനെ വിരട്ടി ഓടിക്കും. അതുപോലെ തന്നെ വൽ ബഹായിമിലഹ വൻദിഫാഇൻ നാരി അൻഹാ വഅമ്മൻ ജാബറഹ, ആ പരിസരത്തുള്ള ആളുകൾക്ക് തീപിടുത്തം ബാധിക്കുകയില്ല. ഇതൊക്കെ ഇബ്നു തൈമിയ്യ തുറന്ന് എഴുതിയിട്ട് പറയാണ്. വശഫാഅത്തി ബാലിഹിം ഫീ ജീറാനിഹി മിനൽ മൗത, അവരെ അടക്കം ചെയ്ത പരിസരത്ത് ആരെയൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരം, രക്ഷപ്പെടുത്താനുള്ള ആ കഴിവും ബഹുമതിയും ആ മക്ബറയിലുള്ള പുത്തമ്പള്ളി മൂപ്പർക്കുണ്ട്. ആ സഹോദരൻ മനസ്സിലാക്കണം. അങ്ങനെയുള്ള മഹാരഥന്മാർക്കുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. വസ്തിബാബിൽ ഇൻദിഫാനി ഇൻദ ബാലിഹിം വഉസൂലിൽ ഉൻസി വൽ സകീനതി ഇൻദഹ, അവിടെ ചെന്നാൽ മനക്ലേശമുള്ള ആളുകൾക്ക്, ടെൻഷനുള്ള ആളുകൾക്ക് സമാധാനം ആ മക്ബറയിൽ നിന്ന് ലഭിക്കും. ഇബ്നു തൈമിയ്യയുടെ വാക്കുകളാണ്. അതുപോലെ തന്നെ വനുസൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹ, ആ മക്ബറകളെ നിസ്താരവൽക്കരിക്കുന്ന ആളുകൾക്ക് അദാബ് ഇറങ്ങും. പണ്ട് ഒരു മക്ബറ, ഒരു ചുരത്തിന്റെ സമീപത്തുള്ള മക്ബറ പൊളിക്കാൻ പോയപ്പോ അവിടെ അദാബ് ഇറങ്ങിയത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ്. അത് ഇബ്നു തൈമിയ്യ പറഞ്ഞ പരാമർശം ഫജിൻസു ഹാദാ ഹഖ്ഉൻ, ഇത് വളരെ വാസ്തവമാണ്, സത്യസന്ധമാണ്. ലൈസ മിമ്മാ നഹ്നു ഫീഹി വമാ ഫീ ഖുബൂരിൽ അംബിയായി വസ്വാലിഹീന, മക്ബറകളിലുള്ള മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹു നൽകിയ ആദരവും അല്ലാഹു നൽകിയതായ ബഹുമാനവും വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമ, ആ മക്ബറകളിൽ അല്ലാഹു നൽകിയ ബഹുമതിയും ആദരവും ഒക്കെ ഫൗക മാ യതവഹ്ഹമുഹു അക്സറുൽ ഖൽഖി, നമ്മുടെയൊക്കെ ഈ ശൂന്യമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന് ഇബ്നു തൈമിയ്യയാണ് പറഞ്ഞത്. മക്ബറകൾക്ക് യാതൊരു പുണ്യവുമില്ലത്രേ. മക്ബറകളിൽ ചെന്ന് ദുആ ചെയ്താൽ, അവരെ ഇടയാളന്മാരാക്കി ദുആ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ അതിനൊരു പുണ്യവുമില്ല. അവിടെയൊക്കെ എത്ര ബഹുമാനമുണ്ട്. എല്ലാവരും പോകണം. അതാ ഇബ്നു തൈമിയ്യ പറയുന്നത്. എല്ലാവരും അവിടെ ചെന്ന് വറക്കത്ത് അതൊന്ന് വായിക്കും. എല്ലാവരും പോണം വായിച്ച് അത് നിങ്ങളെ വാങ്ങ. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ഇബ്നു തൈമിയ്യ പറഞ്ഞത് 100% ഹക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇബ്നു തൈമിയ്യ പെങ്ങൾ നേതാവായി, നമ്മൾ നേതാവായി. ഇബ്നു തൈമിയ്യക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇബ്നു തൈമിയ്യ പെങ്ങൾക്ക് നേതാവാക്കാലോ, അല്ലെ? നിങ്ങളുടെയും നേതാവായി സ്വീകരിക്കാം. ഇബ്നു തൈമിയ്യ
ആ പറഞ്ഞത് മുഴുവനും സത്യമാണ്. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. ഇതാണ് സ്ഥിരം തട്ടിപ്പ്. ഞാൻ വിചാരിച്ച അലവി സക്കാഫി ആ പണി എടുക്കുള്ളൂ എന്നാ. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളറിയില്ലല്ലോ. അവിടെ നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്താ? അവിടെ എല്ലാവരും പോയിക്കോളീൻ, അതിലുണ്ടോത്? ഇല്ല. അവിടെ പോയി തേടിയ ഉത്തരം കിട്ടും, അതിലുണ്ടോത്? ഇല്ല. ഇല്ല. അതുകൊണ്ടല്ലേ കിതാബ് പൊതിഞ്ഞു വിടുന്നത്. കയ്യിലുള്ള കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ലല്ലോ, എനിക്കറിയാം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബ് അല്ല നിങ്ങളെ കയ്യിലുള്ളത്, അതിന്റെ കോട്ടിംഗ് ആണ് അല്ലേ? നിങ്ങളെ കയ്യിൽ കിതാബ് ആ കിതാബല്ല. അല്ലല്ലോ. അതന്നെ പറയാം. കണ്ടോ, ഇതൊക്കെ മുസ്ലിയാരെ കുറെ നമുക്ക് അറിയാം. നിങ്ങളെ കയ്യിലെ കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ അത് ഉണ്ടോ ഇല്ലേ? നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇതാണ് ഇഖ്തിലാ, ഇതാ ഒറിജിനൽ ഇഖ്തിലാ. പരാമർശം ഉണ്ടോ ഇല്ലേ? പരാമർശം ഉണ്ടോ ഇല്ലേ? ഇല്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥം ഇല്ലേ? ഇല്ല. ഞാൻ ഈ അറബി വായിച്ച് അർത്ഥം വെച്ചത് അതിലുണ്ടോ ഇല്ലേ? അർത്ഥമില്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥമില്ല. അവിടെയാണ് പ്രശ്നം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ ഞാൻ ഈ പറഞ്ഞ ഞാൻ വായിക്കാം, ഉള്ളത് ഞാൻ വായിക്കാം. വേണ്ട, ഒരു കുഴപ്പം. ഇനി ഞാൻ വായിച്ചോളാം. ഇനി ഞാൻ വായിക്കാം. നിങ്ങൾ വായിച്ചല്ലോ. തൈമിയ്യ പറഞ്ഞത് ഞാൻ വായിക്കാം. ഞാൻ വായിച്ചോളാം. അതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി ഉണ്ടോ ഇല്ലയോ എന്ന്. ആയിക്കോട്ടെ. നിങ്ങൾ വായിച്ചതുണ്ട്, നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇനി ശ്രദ്ധിച്ചോളി. ഇനി ശ്രദ്ധിച്ചോളി. ഇരിക്കെ മുസ്ലിയാരെ, നീ കേക്ക്. നിങ്ങളുടെ ഇഖ്തിലാഇല്ലല്ലോ, എന്റെ ഇഖ്തിലാഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഖ്തിലാഇല്ല. നിങ്ങളെ മോലയമാരെ ബുക്ക് അതല്ലേ മുസ്ലിയാരെ പൊതിഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഇരിക്ക്. അതെ മുമ്പിലാള് ഇരിക്കാൻ പറയും. അദ്ദേഹം കേൾക്കട്ടെ. അദ്ദേഹം കേൾക്കട്ടെ. ഇരിക്കേ. നമുക്ക് അൽഹംദുലില്ലാ അതൊക്കെ വേണ്ടത്. അൽഹംദുലില്ലാ നമ്മൾ നിങ്ങൾ പോരുമ്പോൾ വരെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന അൽഹംദുലില്ലാ കിട്ടി. ഇനി ഇരിക്കേ. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇൻഷാ അല്ലാഹ് വിഷയം പഠിക്കാൻ നല്ല അവസരം. അപ്പൊ ഏതായിരുന്നാലും ആ കാരണം ഇരിക്ക്. നിങ്ങൾ ഇരുന്നോളി. നമ്മൾ പറയാൻ വന്നതന്നെയാണ്, പറയാൻ തന്നെ വന്നുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഉസ്താദ് കൊണ്ടുവന്നത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ശരി, അൽഹംദുലില്ലാ. അപ്പൊ മുസ്ലിയാക്കന്മാര് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ചില ഭാഗം അടർത്തിയെടുത്ത് അത് കോട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അതാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ താങ്കളുടെ കയ്യിലുള്ള പുസ്തകം AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അതേസമയം ഇതാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. പറഞ്ഞത് എങ്ങനെ ഇളകല്ലേ? ആ ശൈത്താനൊക്കെ ഇളകിയ പോകുന്ന അദ്ദേഹം പറഞ്ഞത്. എല്ലാ ശൈത്താനും പോകുന്ന ഈ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാമിന് വിശേഷിപ്പിക്കപ്പെടുന്ന ആള്. ഇബ്നു തൈമിയെ കുറിച്ച് ഏറ്റവും വലിയ ആരോപണമായി വിമർശനമായി നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ പറയലെന്താ? അദ്ദേഹം ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുല് പാടില്ല എന്ന് പറഞ്ഞു. അതാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപമായി പറയാറ് തന്നെ. പിന്നെ എങ്ങനെ അദ്ദേഹം കിതാബ് ഈ പരാമർശം വന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ കറാമത്തുണ്ട്, അമ്പിയാക്കൽക്കാണോ മുഴുജിയത്തുണ്ട്, അവിടെ മലക്കുകളുടെ അവതരണമുണ്ട്. അതൊന്നും എന്തല്ല, ഇതൊന്നും ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ ബാക്കി എന്താ? അതിലുണ്ടാവില്ല. ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കണ എന്താ? അതാ ശേഷം പറയാൻ പോണത്. അമ്പിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അമ്പിയാക്കന്മാർക്ക് മുഴുജിയത്തുണ്ട്, എതിർക്കുന്നില്ല. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അവരെ ഖബറിന് മഹത്വമുണ്ട്, എതിർക്കുന്നില്ല. അതൊന്നും സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം തുടങ്ങിയപ്പോ ആദരവ് ഉടക്കിട്ടോ എന്താ? മഹാന്മാരായ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഖബറിന് ഒരു മഹത്വവും ഇല്ല എന്നാണോ ഫൈസൽ മൗലവി പറയുന്നത്? എങ്കിൽ അങ്ങനെ പറയുന്നില്ല. ഫൈസൽ മൗലവി ഒരു മൗലവിയും പറയുന്നില്ല. ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടില്ല, ഇബ്നു ഖയ്യിമും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാർക്ക് മാത്രമല്ല, ഒരു സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ മഹത്വമുണ്ട്. സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ ചവിട്ടാൻ പാടില്ല. ഖബറിന്മേൽ ചെരുപ്പിട്ടവർ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ഹദീസ് പറഞ്ഞ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? മുഅ്മിന്റെ ഖബറിന് വരെ ഒരു ഹുർമത്തുണ്ട്, അതിന് മഹത്വമുണ്ട്. അതാരും എതിർത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിനുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബറിനുണ്ട്, മഹാന്മാരുടെ ഖബറിനുണ്ട്, സത്യവിശ്വാസികളുടെ ഖബറുകൾക്കെല്ലാം ഒരു മഹത്വമുണ്ട്. അത് പല രൂപത്തിലുണ്ട്. അമ്പിയാക്കളാണോ മുഴുജിയത്തുണ്ട്, മഹാന്മാരാണോ കറാമത്തുണ്ട്. അതൊന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ പോയി അവരോട് തേടാൻ പറ്റുമോ? അത് പാടില്ല എന്ന് ഇക്കിതാബിൽ ചുരുങ്ങിയ 150 പേജിൽ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വായിച്ച ഭാഗത്തിന് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് തന്നെ എന്താ അറിയോ? അൽ ബിദ്ഉൽ മക്കാനിയ്യ.
അൽ ബിദ്ഉൽ മക്കാനിയ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം എന്തു പറഞ്ഞത്? ഖബറുകളെ വിശേഷിപ്പിച്ചത്. ഖബറുകൾ എന്ന് അദ്ദേഹം പറയാ, ആ കൂട്ടത്തിൽ ധാരാളം ഖബറുണ്ട്. ചിലത് ചില അമ്പിയാക്കന്മാരെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു, ചിലത് പേരറിയാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ചില ഖബറുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ഞാൻ വായിച്ചാലാം, അത് കുറഞ്ഞപ്പോ പോലും പ്രതീക്ഷിച്ചില്ല, അത്ര ഉപകാരപ്പെടുന്നത്. അവിടുന്ന് ആരംഭിക്കുന്നത് 2 വകുപ്പ്. ഇദ്ദേഹം അതിൽ 4 വകുപ്പ് പറഞ്ഞു. 1 സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്, 2 സ്ഥലവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്. എന്നാൽ അത് രണ്ടിനെയും രണ്ടാക്കി തിരിച്ചു. സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത് അത് 2 രൂപത്തിൽ കാണാം. 1 ഇസ്ലാമിൽ സവിശേഷതയുള്ള സമയം, പക്ഷേ അത് പ്രത്യേകം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. 2 ഇസ്ലാമിൽ സവിശേഷത പറയാത്ത സമയം, അത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 എണ്ണം. മക്കാൻ സ്ഥലവുമായി ബന്ധപ്പെട്ട് 2 എണ്ണം. 1 സവിശേഷതയുള്ള സ്ഥലങ്ങൾ, പക്ഷേ അത് ഈദാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. 2 സവിശേഷത ഇല്ലാത്ത സ്ഥലങ്ങൾ, അതിനെയും ഈദാക്കാൻ പറ്റൂല. എന്നിട്ട് പറയാം രണ്ടാമത്തെ വകുപ്പ് ഏതായോ? സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ഖുസൂസിയത്തുള്ള സ്ഥലങ്ങൾ. ലാകിൻ ലാ യഖ്തലി ഇത്തിഖാദുഹാ ഈദാ വലസ്സലാത്തു വനഹ്വിഹാ മിൻ ഇബാദാത്തി ഇൻദഹു. നിങ്ങളെ വക്കിലുണ്ടാവില്ല അത്. എന്താ പറഞ്ഞത്? സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, പക്ഷേ ആ പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ട് അവിടെ നമസ്കരിക്കാൻ പറ്റൂല, അവിടെ ആഘോഷ കേന്ദ്രമാക്കാൻ പറ്റൂല. വനഹ്വിഹാ മിൻ ഇബാദാത്തി, നമസ്കാരം പോലുള്ള മറ്റു ഇബാദത്തുകളും പാടില്ല. ഇൻദഹു, അതിന് സമീപത്ത് വെച്ച്. ഫമിൻ ഹാദിഹിൽ അംകിന, ഈ ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടതാണ് ഖുബൂറുൽ അംബിയാ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ. സവിശേഷതയുണ്ട്, പക്ഷെ അത് ആരാധനാ കേന്ദ്രമാക്കിക്കൂടാ, അവിടെ നിസ്കരിച്ചുകൂടാ, അവിടെ പ്രാർത്ഥിച്ചുകൂടാ, അവിടെ ഉത്സവ കേന്ദ്രമാക്കി ആഘോഷ കേന്ദ്രമാക്കി മാറ്റാനും പാടില്ല. വഖദ് ജാഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു, വസ്സലഫി, സലഫുകളിൽ നിന്നും വന്നിരിക്കുന്നു, അന്നഹി അൻ ഇത്തിഖാദിഹാ ഈദാ, ഇത് ആഘോഷമാക്കുന്നതിനെ വിലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല ഉമൂമൻ വഖുസൂസ, പൊതുവായും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട്. വബയ്യനൂ മഅനൽ ഈദി, ആ ഈദിന്റെ ഉദ്ദേശം എന്താണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉമൂമായത് പറയാം, മൊത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തജഅലൂ ബുയൂതകും ഖുബൂറ വലാ തജഅലൂ ഖബ്രി ഈദാ വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈസുമാ കുൻതും എന്ന ഹദീസ് പറഞ്ഞു. നിങ്ങളെ വീട് ഖബർസ്ഥാനാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഹദീസ് കൊടുത്തത്, അതിന് പണ്ഡിതന്മാരെ വിശദീകരണം കൊടുത്തു ഹദീസിനെ കുറിച്ച്. ശേഷം പറയുന്നു, വകുലു ജുംലത്തിൻ മിൻ ഹാദിൽ ഹദീസി റുവിയത് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസാനീദ മഅറൂഫ വഇന്നമൽ വറദു ഹുനാ അന്നഹി അൻ ഇത്തിഖാദിഹി ഈദാ. മഅറൂഫായ സനദോടുകൂടി ഈ ഹദീസിന്റെ എല്ലാ വാചകങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈദാക്കാൻ പാടില്ല. പിന്നെയും അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. ശേഷം ഒക്കെ പറഞ്ഞു, ശേഷം നബി തങ്ങളെ ഖബറിനെ പറ്റി പറഞ്ഞു. അന്ന ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഖബറിൻ അലാ വജ്ഹിൽ അർളി, നബിയുടെ ഖബർ ഭൂമുഖത്തെ ഖബറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഖബറാണ്, ശ്രേഷ്ഠമായ ഖബറാണ്. വഖദ് നഹാ അൻ ഇത്തിഖാദിഹി ഈദാ, അതിനെയും ഈദാക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹദീസ് ഏതാ? ഇജ്അലൂ മിൻ സ്വയാത്തികും ഫീ ബുയൂതികും വലാ തത്തഖിദുഹാ ഖുബൂറ എന്ന് പറഞ്ഞ ഹദീസും അതേപോലെ വലാ തജ്അലൂ ഖബ്രി ഈദാ, എന്റെ ഖബർ ആഘോഷ കേന്ദ്രമാക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ സ്വഹാബത്തിന്റെ ഇത് പറഞ്ഞു, താബീങ്ങൾ ഇത് പറഞ്ഞു. അതൊക്കെ സവിശേഷത ഉണ്ടെങ്കിലും ഈ വക പണിക്ക് അവിടെ പഠിപ്പിച്ചിട്ടില്ല. എന്നൊരു അവസാനം പറയാ, വസിയാറത്തുൽ ഖുബൂരി ജായിസത്തുൻ ഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഖബർ സിയാറത്ത് ജായിസാണ്. ഹത്താ ഖുബൂറുൽ കുഫാർ, അവിശ്വാസികളുടെ ഖബർ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ അതിൽ തെളിവ് വന്നിട്ടുണ്ട് എന്ന് പറയാ ഹദീസും കൊടുക്കുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാ, ഇനി ആ സിയാറത്തിന് യാത്ര പോകാൻ പറ്റൂല, അതും പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇതല്ലാത്ത കുറെ മുഹ്ദസാത്തുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതെന്താ? ഒന്ന് അസ്സലാത്തു ഇൻദൽ ഖുബൂരി മുത്ലഖ, ഖബറിനടുത്ത് വെച്ച് നിസ്കരിക്കുന്നു. വത്തിഖാദുഹാ മസാജിദ, അതിനെ ആരാധനാ കേന്ദ്രമാക്കുന്നു. ഔ ബിനാഉൽ മസാജിദ് അലൈഹ, അലി ഖബറിന് മേൽ ആരാധനാലയം നിർമ്മിക്കുന്നു. ഇതൊക്കെ വഖദ് തവാതറത്തിൻ നുസൂസു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നഹി അൻ ദാലിക, ഇതൊക്കെ പാടില്ല എന്ന് മുതവാത്തിറായി വന്നിരിക്കുന്നു.
മുതവാത്തിറായി വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളാണ് ഇത് കാണാൻ നടക്കുക. എന്നാൽ അവസാനം ഇതൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാ, എന്നാൽ ഇതേപോലെ മറ്റൊരുപാട് പണി സമൂഹത്തിലുണ്ട്. അതെന്താ എണ്ണി പറയുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നു, ഇങ്ങനെ കെട്ടിയുയർത്തിയ ഖബറുണ്ടായുള്ള പ്രശ്നം എന്താ? ഒന്ന്, അത് മറ്റുള്ള ആളുകളെ മറവ് ചെയ്യാൻ കിട്ടാത്ത വിധം അത് റിസർവ് ചെയ്ത് തടയപ്പെട്ടു പോകും, അത് പാടില്ല. രണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഫീ സ്വഹീഹിഹി അൻ ജാബിർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുബ്നാ അൽ ഖുബൂരി, ഖബർ എടുപ്പുണ്ടാക്കൽ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നു. നാല്, അന്ന ബിനാ അൽ മതാഹിർ ലത്തി ഹിയ മഹല്ലു നജസാത്തി ബൈന മഖാബിൽ മുസ്ലിമീൻ മിൻ അഖ്ബഹി മാ തജാവറ ബിഹിൽ ഖുബൂർ ലാ സിയമാ ഇൻ കാന മഹല്ലൽ മുതഹറത്തി ഖബർ റജുലി മുസ്ലിമിൻ. തഹാറത്തുള്ള സ്ഥലത്ത്, തഹാറത്തുള്ള കേന്ദ്രം അത്തരം സ്ഥലത്ത് ഉണ്ടാക്കാൻ പാടില്ല. അഞ്ച്, ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ, ഖബറുകൾ ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല. ആറ്, അൽ ഇസ്റാജു അൽ ഖുബൂരി, ഖബറിൽ വിളക്കെത്തിക്കാൻ പാടില്ല. വഖദ് ലഅന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഫ്അൽ ദാലിക, അത് ചെയ്യുന്നവനെ നബി ശപിച്ചിരിക്കുന്നു. ഏഴ്, മുശാബഹത്തു അഹ്ലിൽ കിതാബൈനി, ജൂത ക്രിസ്ത്യാനികളോട് സാദൃശ്യമുള്ള പണിയാണത്, അതുകൊണ്ട് അതും പാടില്ല എന്ന് പറഞ്ഞ് എണ്ണി 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 അദ്ദേഹം പറയാ. എന്നിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, എന്നാൽ ഇങ്ങനെ കുറെ ഖബർ ഇന്ന് സമൂഹത്തിലുണ്ട്, പലതും ആരുടേതാണെന്നറിയില്ല, വ്യാജമായി ഉണ്ടാക്കിയതാണ്, അത് പലരുടെയും പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-15ഓളം ഖബർ അദ്ദേഹം പരിചയപ്പെടുത്ത. ഒന്ന്, വയുദക്കറു അന്ന ഖബർ അബി അയ്യൂബിൽ അൻസ്വാരി ഇൻദ അഹ്ലിൽ ഖുസ്തൻതീനിയ കദാലിക, ഖുസ്തൻതീനിയയിൽ അബു അയ്യൂബിൽ അൻസ്വാരി ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാ വലാ ഖുദ്വത ബിഹിം, അതിന് മാതൃകയൊന്നുമില്ല. ഫഖദ് കാന മിൻ ഖുബൂരി അസ്ഹാബി റസൂലുള്ളാഹി ബിൽ അംസാരി അദദുൻ കസീർ വഇൻദഹും മുത്താബിഊൻ വമൻ ബഅദഹും മിൻ അയിമ്മ വമസ്തഗാസു. സ്വഹാബത്തിന്റെ ഖബർ, താബീങ്ങളുടെ ഖബർ എല്ലാം ഇമാമീങ്ങൾ ജീവിച്ച നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും വമസ്തഗാസു, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇൻദ ഖബ്രി സ്വഹാബിയിൻ ഖത്തു, ഒരൊറ്റ സ്വഹാബിയുടെ ഖബറിനെ പോയിട്ടും ഇമാമീങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. വലസ്തസ്ഖൗ ഇൻദഹു, ആ ഖബറിനെ പോയി മഴയെ തേടിയിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും മഴയെ തേടിയിട്ടില്ല. വലസ്തൻസറു ഇൻദഹു, ആ ഖബറിനടുത്ത് പോയിട്ട് സഹായം അർത്ഥിച്ചിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ന്യായമല്ല, അഹ്ലു കിതാബിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ടില്ല. ഇനി 100-150 പേജ് അതേ ആ വിഷയം പറയാം. ഇതിൽ നിന്നാണ് മുസ്ലിയാരെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഉസ്താദ് സമർത്ഥമായി ഒരു 4 വരി മുറിച്ചെടുത്ത് അത് പുസ്തകമാക്കി അത് കൊണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കയ്യിലെ പുസ്തകം ഒന്നുകിൽ ഫിഖ്ഹു സുന്ന ലി അഹ്മദ് മുസ്ലിയാർ നെല്ലിക്കുത്ത്, അതല്ലെങ്കിൽ വിശ്വാസകോശം. ഈ രണ്ടാവാനാണ് സാധ്യത. രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ അസീസ് ഫൈസി എഴുതിയ ഇസ്ലാമിക വിശ്വാസകോശം, അതിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നെല്ലിക്കുത്തിന്റെ മരോഹനാണ്. അപ്പൊ ഒന്ന് അമ്മ ശങ്കർത്തു, ഒന്ന് മരോനും കാട്ടി, രണ്ടാളും ചെയ്ത പണി ഈ ഫിത്തനയാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വിശ്വസിക്കല്ല. നിങ്ങളോട് ഇനി എനിക്ക് ഏറ്റവും നിശ്ചയത്തോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി, ആ പുസ്തകത്തിലെ എല്ലാ ഇബാദത്തും നിങ്ങൾ അസ്ലി കിതാബുമായി തട്ടിച്ചു നോക്കുക. അതിൽ പറഞ്ഞ എല്ലാ വാചകങ്ങളും, അതിന് വാള്യമുണ്ട്, പേജുണ്ട്, ഒക്കെ ഉണ്ട്. ആ കിതാബ് നിങ്ങൾ അന്വേഷിക്കുക, ആ വാള്യം കണ്ടെത്തുക, ആ പേജ് വായിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വഹാബിയാകും, സംശയമില്ല. അസ്സലാമു അലൈക്കും. ഞാന് പറഞ്ഞത് കളവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് അബ്ദുൽ അസീസ് ഫൈസിന്റെ പുസ്തകമാണെന്നാ. ഇത് അബ്ദുൽ അസീസ് സഖാഫിന്റെ പുസ്തക സഹോദര. പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം വകദാലിക എന്ന് പറഞ്ഞത് മുതൽ ഞാൻ വായിച്ച് വമാലഹ മിൻ ഇൻദല്ലാഹി മിനൽ ഹുർമതി ഫൗക മാ യതവഹമുഹു അക്സറുൽ ഖൽഖി ലാകിൻ ലൈസ ഹാദാ മൗലിഅ തഫ്സീർ ദാലിക എന്ന പരാമർശം വരെ സഹോദരന്മാരെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ ഉണ്ട്. അത് ഇല്ല എന്ന് അദ്ദേഹവും പറയുന്നില്ല. പിന്നെ ഈ ബഹുമാനവും ആദരവും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ ഹഖാണ്, ആ പറഞ്ഞത് സത്യമാണ് എന്ന് മൗലവി സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇബ്നു തൈമിയ വലിയ ബഹുമാനവും ആദരവും അദ്ദേഹം പറഞ്ഞല്ലോ, അതൊരിക്കലും നിഷേധിക്കുന്നില്ല എന്ന്. നേരത്തെ ആ പറഞ്ഞ സഹോദരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് പല കാരണങ്ങൾ. ശബരിമലയിലേക്ക് പോയപ്പോ അനുഗ്രഹം കിട്ടിയതും അനുഭവങ്ങൾ കിട്ടിയതും അങ്ങനെയൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചിട്ട് വളരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിനൊരു നിലക്കും ഒരു നിലവാരമില്ലാത്ത നിലക്ക് ആക്കി തീർത്ത അദ്ദേഹം, ഞാൻ ഇത് വായിച്ചപ്പോ ഇബ്നു തൈമിയ പറഞ്ഞത് വളരെ ഹഖാണ്, മഖ്ബറകൾക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്, സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നമ്മുടെ മുഖാമുഖം ഇവിടെ ഈ അയിനച്ചോട്ടുകാർ വിജയിച്ചു. ശരി, അപ്പൊ ഏതായിരുന്നാലും
നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു, ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഹക്കാണ്, നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ. നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ, അതിലാണ് കിട്ടുക. അപ്പൊ ഏതായാലും ഇപ്പൊ അബ്ദുൽ അസീസ് സഖാഫി അത് ഉറപ്പല്ല, ഫൈസി അല്ല സഖാഫിയ. അപ്പൊ ദേശം കൂടി മൂർച്ച കൂടിയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശം അബ്ദുൽ അസീസ് സഖാഫി തന്നെയാണ്. പറഞ്ഞപ്പോൾ ഫൈസ ആയിപ്പോ ഏതായാലും രണ്ടും സാധനം ഒന്ന് തന്നെ. അപ്പൊ എന്തിനാ ഉസ്താദൊക്കെ പൊതിഞ്ഞ് അടുങ്ങളെ കൊണ്ടുവരുന്ന ആവശ്യമാണ്, ഞങ്ങൾക്ക് ഇത് അറിയില്ലേ. ഇപ്പൊ പൊതി കഴിഞ്ഞു പോയിപ്പോ, ഇപ്പൊ മൊത്തം അഴിഞ്ഞു, പൊതിയല്ല മൊത്തം അഴിഞ്ഞു. ഇനി ബാ ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മുസ്തേരെ നിങ്ങൾ വല്ല കാലത്ത് ഇഖ്തിസാസുൽ മുസ്തഖീം 362 പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്താ അറിയോ, ഇന്ന് ആരും കാണൂല പൊതിഞ്ഞതാന്നാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മോലമായത്ത് ആകെ ആ 2 കിതാബേ ഉള്ളൂ. അതാണ് ഓല ഖുർആനും ഹദീസും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ. അതിനപ്പുറത്ത് പോയി കിതാബില്ല. അതിൽ പറഞ്ഞതല്ലാത്ത ഒന്ന് ഒരു മൂലരും പറയില്ല. ഇത്ര പോലെ ഞങ്ങളൊക്കെ എത്ര ധൈര്യത്തിൽ വന്നിട്ട് എന്താ അറിയോ, നിങ്ങളെടുത്ത് മുതലില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ഞങ്ങളെ ഇൽമോണ്ടല്ല നിങ്ങൾ കൊണ്ടുവന്ന എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. 40 ആയത്താ മുമ്പ് തെളിവ് ഇസ്തിഹാസ കൊടുത്തത്. ആയിക്കോട്ടെ ശരി, ഒക്കെ പറയണല്ലോ, അതൊക്കെ പറഞ്ഞല്ലോ, എല്ലാം പറയണം. നിങ്ങൾക്ക് എടുക്കാറുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് സംഗതി മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളൊക്കെ ഒന്നുമല്ലാത്ത ഞങ്ങളൊക്കെ ഇവിടെ വന്ന് എണീറ്റിക്കണത് നിങ്ങൾ എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് മാത്രം, അല്ല ഞങ്ങളെ ഇൽമിന്റെ ഊക്കൊണ്ടൊന്നല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇബ്നു തൈമിയ്യ ഒരിക്കലും ഇസ്തിഹാസ ചെയ്യാൻ പറഞ്ഞ ആളല്ല, പാടില്ല എന്ന് പഠിപ്പിച്ച ആളാ. എന്നാ കറാമത്തുണ്ട്, മുഴുജത്തുണ്ട്, അത് മരണശേഷം മുറിയുകയില്ല. ആർക്കാ തർക്കമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അല്ലാഹുവിന്റെ ഔലിയാക്കൽ, മുസ്ലിയാരെ ശ്രദ്ധിക്ക്, നല്ലതാണ്. രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നരമ്പുമ്പോൾ പിടിക്കും. കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് പറയുന്നു, മരിച്ചാലും കറാമത്തുണ്ടാകും. കുഞ്ഞീദ് മദനിയുടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അതിന് അദ്ദേഹം സംഭവങ്ങൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു, മരണശേഷം കറാമത്തുണ്ടാകും. അപ്പൊ അതൊന്നുമല്ല തർക്കം, അവിടെ ഒന്നുമല്ല തർക്കം. നേരെ മറിച്ച് അവിടെ പോയി തേടാമോന്ന അത് നിങ്ങളെ വക പറഞ്ഞേ ഉള്ളൂ. അത് അവനാന്റെ ന്യായം. സാധാരണക്കാരൻ സാധാരണ കഴിവ്, അസാധാരണക്കാരൻ അസാധാരണ കഴിവ്, അതൊക്കെ ന്യായം പറയാന്നല്ലാതെ വേറെ. അപ്പം നിങ്ങൾക്ക് കിതാബ് ഓതി കുറച്ച് ഇലുമുണ്ട്, അവിടെ അയൽവാസി ചോദിക്കുക ലേശം ഇരുമിക്കണ് തരി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 60 കൊല്ലം ആയുസുണ്ട്, എനിക്ക് ഒരു 10 കൊല്ലം ഇങ്ങോട്ട് തരുമോ വെച്ചാൽ അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ തിരക്കിടില്ല, അത് ന്യായമാണ് തോന്നുമെന്നല്ലാതെ ഇസ്ലാമിൽ അതിന് പ്രസക്തി ഇല്ല. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ പോയി തേടിയ ഉത്തരം കിട്ടുന്ന വിഷയത്തെ ഞാൻ വളരെ മോശമായി പറഞ്ഞു എന്ന്. ഞാൻ മോശമായി പറഞ്ഞതല്ല, അതേ ഇഖ്തിലാലിലുണ്ട്. അതേ ഇഖ്തിലാലിൽ ഒരു 5-8 പേജ് അപ്പുറത്തേക്ക് പോയാൽ 390-ാമത്തെ പേജ് അദ്ദേഹം പറയാം, സുമ്മ സബബു ഖളായി ഹാജത്തി ബഅദി ഹൗലായി ദാഈന അൽ അദ്ഇയത്തുൽ മുഹറമ. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവിടെ വന്ന് ഹറാമായ ദുആ നിർവഹിച്ചിട്ടും ഉത്തരം കിട്ടിയല്ലോ, അതെന്തുകൊണ്ട്? ഒരു പക്ഷേ അയാൾ പ്രതിസന്ധിയിൽപ്പെട്ട ആളായിരിക്കും. ആ ഘട്ടത്തിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ വിഗ്രഹത്തിന് മുമ്പ് പോയി പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ പഠിച്ചോ ഉത്തരം കൊടുക്കും. കാരണം എന്താ, അയാളെ ദുരിതം അത്രമാത്രമുണ്ട്. ആ ദുരിതത്തിൽ അകപ്പെട്ടവനെ സഹായിക്കുക എന്ന നിലക്ക് റബ്ബ് സഹായിക്കുന്നു. അത് മുശ്രിക്കീങ്ങൾ ബിംബത്തിനടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് ഈ കിതാബിലുണ്ട്, എന്റെ വക പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടു ഗുരുവായൂരും ശബരിമലയും പറഞ്ഞത്. പിന്നെയോ അതേപോലെ 2-ാം അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു പക്ഷേ ചോദിച്ച കാലം ഫിത്നയായിരിക്കും, എന്നാലും ഒരു പക്ഷെ അല്ലാഹു തആല കൊടുക്കും അയാൾക്ക് പരീക്ഷണമായിട്ട്. അദ്ദേഹം തെളിവ് ഉദ്ധരിക്കുന്നു. ഇതിന് ശേഷം പറയാ, ഫകം മിൻ അബ്ദിൻ ദആ ദുആഅൻ വൈറ മുബാഹിൻ ഫഖുൽ യത്ഹാജതുഹു ഫീ ദാലിക ദുആ. എത്രയെത്ര മനുഷ്യന്മാർ ഹറാമായ സംഗതി ചോദിച്ചിട്ട് ആ ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദുന്യാവിലെയും ആഖിറത്തിലെയും നാശത്തിന് കാരണമായി മാറിയിട്ടുണ്ടാകും എന്ന് വരെ ആ കിതാബിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്ത് കഷ്ണം വായിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.